സന്ദേശത്തിൻ്റെ ആമുഖമെല്ലാം ഗുരു പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ ബാക്കി കുറച്ച് എൻ്റെ മനസ്സിൽ വരുന്നത് പറയുകയാണ്. നമ്മൾ ഇവിടെ ചൊല്ലിയ രണ്ടാമത്തെ പ്രാർത്ഥന യേശുദേവൻ തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണ്. അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവമേ അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ചെയ്യപ്പെടണമേ. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്വർഗരാജ്യം എവിടെയാണ് ഉണ്ടാകേണ്ടത്? ഇതിൽ നിന്ന് വ്യക്തമാണ്, വേറെങ്ങുമല്ല, നമ്മളിൽ തന്നെയാണ്, നമ്മുടെ ഇടയിലാണ്. എവിടെയാണ്? ഭൂമിയിലാണ്. അങ്ങയുടെ രാജ്യം വരയണമേ. എവിടെയാണ് വരേണ്ടത്? ഇവിടെയാണ്, വേറെങ്ങുമല്ല. അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ചെയ്യപ്പെടണം. അപ്പൊ സ്വർഗം തന്നെ ഭൂമിയായി തീരണം, ഭൂമി തന്നെ സ്വർഗമായി തീരണം. അത് തന്നെയാണ് യേശുവിൻ്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ യേശു ഈ പ്രാർത്ഥന പറഞ്ഞു കൊടുത്തിട്ട് 2025 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്നു മുതൽ ലോക ജനത ഈ പ്രാർത്ഥന ചൊല്ലുന്നു, നമ്മളും ചൊല്ലുന്നുണ്ട്. ദൈവരാജ്യം വന്നോ? അതാണ് ഒരു ചോദ്യം നമ്മളോട് ചോദിക്കേണ്ടത്. നമുക്കൊരു ദൈവരാജ്യം കാണാൻ കഴിഞ്ഞോ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥന കൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ്. അപ്പൊ ഇത്രയും ലോക ജനത ഇത്രകാലം പ്രാർത്ഥിച്ചിട്ടും ദൈവരാജ്യം വന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. വന്നെങ്കിൽ ഇന്ന് ലോകം ഇങ്ങനെ ആയിരിക്കില്ലല്ലോ. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയുടെ ഫലം എന്തായി? ഫലിച്ചോ ഇല്ലയോ? അപ്പൊ എന്തുകൊണ്ടാണ് ഫലിക്കാത്തത് എന്ന് നാം ചോദിക്കണം. അത് യേശു തന്നെ അതിന് മറുപടി പറയുന്നുണ്ട്, സൂചനകൾ നൽകുന്നുണ്ട്. അപ്പൊ യേശുവിനോട് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്, ശിഷ്യന്മാരല്ല, പരീക്ഷ. അവർക്ക് മറുപടിയായിട്ട് പറയുന്നത്, ദൈവരാജ്യം അവിടെയാണ് ഇവിടെയാണെന്ന് ആരും പറയുകയില്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പൊ ദൈവരാജ്യം അന്വേഷിച്ച് അവിടെയും ഇവിടെയും പോകേണ്ട കാര്യമല്ല, അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്. അത് നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പൊ പ്രാർത്ഥന കൊണ്ട് മാത്രം ഫലം ഉണ്ടാവുന്നില്ല. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പോയി ദൈവരാജ്യം അവിടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു, വേറെങ്ങുമല്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവരാജ്യം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അറിഞ്ഞുകൂടാ, അത് കണ്ടെത്തുകയാണ് വേണ്ടത്. അതുതന്നെയാണ് എല്ലാ ഗുരുക്കന്മാരും നമ്മളോട് പറയുന്നത്. നിങ്ങൾ വേറെങ്ങും പോകേണ്ട, നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കിയിട്ട് അവിടെ കണ്ടെത്തുക സ്വർഗവും എല്ലാം. ഇത്രയൊക്കെ പറഞ്ഞാലൊന്നും നമുക്ക് മനസ്സിലാവില്ല. നമ്മളിതെല്ലാം എത്രയോ കാലം കൊണ്ട് കേൾക്കുന്നു, നമുക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്നു, ദൈവരാജ്യത്തിൽ ഏറ്റവും മഹത്വമുള്ളവൻ ആരായിരിക്കും? ഏറ്റവും വലിയവൻ? അപ്പോൾ യേശു അടുത്തൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ പിടിച്ച് അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിനെ പോലെ നിങ്ങൾ മനപരിവർത്തനം ചെയ്ത് ഈ കുഞ്ഞിനെ പോലെ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. ദൈവരാജ്യത്തിൽ ഏറ്റവും മഹത്വമുള്ളവൻ ഈ കുഞ്ഞിനെ പോലെ ഹംബിൾ, നിഷ്കളങ്കനായി വിനയമുള്ളവനായി ആര് തീരുന്നുവോ അവനാണ് ദൈവരാജ്യത്തിൽ മഹത്വമുള്ളവൻ, വലിയവൻ. അപ്പൊ എന്താണ് യേശു പറയുന്നത്? നമ്മളെല്ലാം വലിയവരാണ്. അപ്പൊ നമുക്ക് ശിശുവിനെ പോലെ ആകാൻ കഴിയും. എങ്കിൽ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ സ്വർഗരാജ്യം നമ്മിൽ വിരിയുകയുള്ളൂ.
അപ്പൊ ശിശുവും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ശിശുക്കളും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആകാരത്തിൽ അവർ ചെറുതാണ്, നമ്മൾ വലുതാണ്. വേറെന്താണ് വ്യത്യാസം? നമ്മള് ഇരിക്കുന്നത്, എനിക്കിപ്പോ 65 വയസ്സായി, തോന്നൂലല്ലേ? ഗുരുകുലത്തിൽ വന്നിട്ട് 46 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ശിശുവും തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് വലിയവരാണ്, നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മിൽ കുമിഞ്ഞുകൂടുന്ന എന്തൊക്കെയോ ഉണ്ട്. അതെന്താണെന്നാണ് അറിയാൻ. അത് വെച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത് നമുക്ക് വീണ്ടും ശിശുക്കളൊക്കെ പോലെ ആകുന്നതിന് വളരെ ബുദ്ധിമുട്ടുണ്ട്. അതെന്തൊക്കെയാണ്? നമ്മൾ ജനിച്ചു വളരുന്ന ചുറ്റുപാടുകൾ, അതിൽ നിന്ന് കിട്ടുന്നതായ പലതരത്തിലുള്ളതായ അറിവുകൾ, അതെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ വളർന്നു വരുന്നത്. അതെല്ലാം നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും എല്ലാം രൂഢമായി പോയി. അപ്പൊ അതിനെ ഡിലീറ്റ് ചെയ്യണം. കമ്പ്യൂട്ടറുമാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഡിലീറ്റ് ചെയ്യാവുന്നതാണ്, ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്നും ഈ ലോകത്തില്ല. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ പുതിയ അറിവ് വേണം. നമ്മൾ നേടിയ അറിവിനെല്ലാം ഒരു തിരിച്ചറിവുണ്ടാക്കി അതിനെ ഡിലീറ്റ് ചെയ്യുന്നതിന് പുതിയ അറിവ് വേണം. അപ്പൊ അതാണ് യേശു പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ശിശുക്കൾ പോലെ ആയിത്തീരണമെങ്കിൽ എന്തെല്ലാം നിങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്നുണ്ടോ നമ്മുടെ ബുദ്ധിയിലും അറിവിലും എല്ലാം, അതിനെയെല്ലാം തിരുത്തേണ്ടിയിരിക്കും, അതിനെല്ലാം ഡിലീറ്റ് ചെയ്യണം. അപ്പം ശുദ്ധമാകും, ശിശുക്കളെ പോലെ ആയിത്തീരും നമ്മുടെ മനസ്സ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കുമിഞ്ഞു കൂടിയിരിക്കുന്നത്? നമ്മൾ ജനിച്ച കുടുംബത്തിന്റെ പാരമ്പര്യമുണ്ട്. ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചാൽ അതിൻ്റെയൊക്കെ പാരമ്പര്യം ഉണ്ടാകും. അപ്പൊ അത് വെച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ സഹപാഠികളിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായ ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. നമ്മുടെ മതം തരുന്ന സംസ്കാരമുണ്ട്, ജാതി തരുന്ന സംസ്കാരമുണ്ട്, ഭാഷ, ദേശം എന്ന് വേണ്ട എന്തെല്ലാം ഉണ്ടോ, ഇങ്ങനെ അതിർ വരുമ്പോഴുള്ള ഒരു സംസ്കാരം നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെല്ലാം നമുക്ക് ഇല്ലാതാക്കി കളയണം. ഞാൻ അവിടെ റൂം ഇറങ്ങി വരുന്ന സമയത്ത് അവിടെ ഇരുന്ന് ഇവിടെ ഇരിപ്പുണ്ടാവും അവരെല്ലാം സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അത് കേൾക്കുമ്പോൾ നമ്മുടെ തലയ്ക്ക് എന്തോ പിടിക്കും. അവിടെ നാട്ടിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ജാതീയമായിട്ടും മതപരമായിട്ടും, ഇതൊക്കെയാണ് ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്. അതെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യാനാണ് നമ്മൾ ഇവിടെ വരുന്നത്. അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താ? റൂമിന്റെ പുറത്തു നിന്ന് ഇറങ്ങി വരുമ്പോഴേ അവർ സംസാരിക്കുന്നത് ആണ്. അവിടെ മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും എങ്ങനെയാണ് ആളുകൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നത്. നല്ലതാണ് പറയുന്നത്, പക്ഷെ അതിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുള്ള ഒരു അവസരമായിട്ട് നമ്മൾ യേശുവിന്റെ ഈ തിരുനാളിനെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കുന്നതിനുള്ള, ശിശുക്കളെ പോലെ ആയിത്തീരുവാനുള്ളതായ ഒരു മനസ്സ് ഉണ്ടാക്കി എടുക്കുവാൻ കഴിയണം. പിന്നെ നമ്മളെല്ലാം ജീവിക്കുന്നത് ഈ പറഞ്ഞതായ രൂഢമാല മൂലമായിരിക്കുന്ന ഈ അറിവ് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പെരുമാറ്റത്തിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച്, ഞാൻ 46 വർഷമായി ഗുരുകുലമായി ബന്ധപ്പെട്ടിട്ട്, അപ്പൊ അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ ഇവിടെ വരുന്നവരെയും ഒക്കെ കാണുന്നുണ്ട്. ആളുകൾക്ക് ഒരുപാട് മാറ്റം സംഭവിച്ചു അവിടെ, രൂപത്തിലും ഭാവത്തിലും എല്ലാം. എന്നാൽ പെരുമാറ്റത്തിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. അന്നത്തെ പോലെ ഇന്നും പെരുമാറുന്നവർ വളരെ പേരുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിൽ മാറ്റം സംഭവിക്കുന്നില്ല? അതാണ് പ്രത്യേകത. അപ്പൊ പെരുമാറ്റത്തിൽ മാറ്റം സംഭവിക്കണം. നമ്മൾ വേറൊരാളോട് സംസാരിക്കുമ്പോൾ, പെരുമാറുമ്പോൾ, അവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്കെ വരേണ്ടതായ ഒരു മാറ്റം അത് സംഭവിച്ചിട്ടില്ല. അതാണ് ഇവിടെ യേശു പറഞ്ഞത്. മനപരിവർത്തനം വന്നെന്ന് പറയുന്നുണ്ട് യേശു. ശിശുക്കളെ പോലെ മനപരിവർത്തനം വരണം. മനസ്സിനൊരു പരിവർത്തനം വരണം. ആ മനപരിവർത്തനം ഉണ്ടായെങ്കിലേ നിങ്ങളുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, കേട്ടുകൊണ്ടേയിരിക്കും പഴയതുപോലെ തന്നെ. അതുപോരാ, നമുക്ക് മാറണം, മനപരിവർത്തനം ഉണ്ടാകും. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് പെരുമാറുവാനും സഹകരിക്കുവാനും കാരുണ്യം ഉണ്ടാകണം. അങ്ങനെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത്.
മനുഷ്യത്വം ഉണ്ടാവണം. അപ്പൊ മനുഷ്യത്വം ഇല്ലെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന്, മനുഷ്യരെങ്ങനെ ഇരിക്കുമെന്ന് നാരായണ ഒരു അനുകമ്പാദശകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ചൊല്ലണമെന്ന് വിചാരിച്ചതാണ്, ഇപ്പൊ സമയമില്ല. അതുപോലെ യേശുവും പറയുന്നുണ്ട്. അത് ഞാൻ 23 ഇവിടെ പറഞ്ഞതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അപ്പൊ നമ്മൾ കാരുണ്യം വളരണം, അനുകമ്പ വളരണം, സ്നേഹം വളരണം. ഇപ്പൊ മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു? ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ളതായ സംസ്കാരവും അറിവും സ്കില്ലും എല്ലാം വ്യത്യസ്തമാണ്. ഇപ്പൊ നമ്മളെപ്പോലെ ഒരാൾ പെരുമാറണമെന്ന് നമ്മൾ ശഠിച്ചാൽ അത് ഒരിക്കലും സാധ്യമാവില്ല. നമ്മൾ ചിന്തിക്കുന്ന പോലെ മറ്റൊരുവൻ ചിന്തിക്കണമെന്ന് വിചാരിക്കുന്നത് മഠയത്വമാണ്. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്. അവരങ്ങനെ പെരുമാറൂ, നമ്മളെപ്പോലെ അവർ പെരുമാറണം, ചിന്തിക്കണം എന്ന് വിചാരിക്കുന്നത് വളരെ മോശമായ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമുക്ക് ആഗ്രഹിക്കാം, എന്നെ പോലെയോ അല്ലെങ്കിൽ മറ്റൊരാളെ പോലെയോ അവർ പറയട്ടെ, അവർ ജീവിക്കട്ടെ എന്നൊക്കെ ആഗ്രഹിക്കാനേ പറ്റൂ. അവരെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അവരവരുടേതായ രീതിയിൽ ജീവിക്കുന്നു, അവരുടേതായ അറിവ് വെച്ചുകൊണ്ട് ജീവിക്കുന്നു. അപ്പൊ അവരെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. ഇൻക്ലൂസീവ്, എക്സ്ക്ലൂസീവ് ആകാൻ പാടില്ല. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ളതായ ഒരു മനസ്ഥിതി. അത് ഞാൻ ഇൻക്ലൂസീവ്, ഇപ്പോഴത്തെ എഡ്യൂക്കേഷൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആയിരിക്കണമെന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ഇൻക്ലൂസീവ്, എല്ലാവരെയും എല്ലാത്തിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, നമ്മളും അതാണ് പറയുന്നത് ഇവിടെ. ഏകത്വം, ഏകമതം, ഏകമാനവികത എന്നൊക്കെ പറയുന്നതിൽ അതുണ്ട്. എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നതായ, ഇൻക്ലൂസീവ് ആക്കുന്നതായ മനോഭാവം. അപ്പൊ അത് എങ്ങനെ വരും എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ മനപരിവർത്തനം അതുണ്ടാവണം. അപ്പൊ അതിനുള്ളതായ ഒരു അവസരമായി നമുക്ക് ഈ ആഘോഷത്തെ കാണാം. ഇനി നമുക്ക് എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മതി. കേക്ക് നിങ്ങളുടെ അടുത്തെത്തും. ഈ ഇരിക്കുന്ന കേക്ക് കൊണ്ട് തന്നെ എല്ലാവരെയും കൂട്ടാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും അഞ്ചപ്പം കൊണ്ട് യേശു 5000 പേരെ ഊട്ടിയില്ലേ, അത് നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും സമാധാനമായി ഇരിക്കുന്ന ഇടത്ത് ഇരിക്കുക. നിങ്ങളുടെ പങ്ക് അവിടെ എത്തിയിരിക്കും.